Okay, I'm going to start the class. Which period is this? Which period is this? MS. And what is MS? And the MS, Muhammad Shazin, can you say? Moral science. Moral science. And what is moral science, Muhammad Shazin? Endado moral science? Do you know about that? No idea. No. Did you study this subject in your previous school? No. Oh, No. okay. Yes, Rilu knows what is MS and moral science. ഈ ടെക്സ്റ്റ് ബുക്ക് ഏതാണ് എംഎസിന്റെ? എംഎസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഏതാ? Big Book of Values അല്ലേ? Yes, that's your moral science textbook. And did you read this? Did you read the textbook? No. Okay, which is the first chapter? Which is the first chapter of MS? What is the title of the first chapter? എന്താ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്? Which is the first chapter? Praise be the Lord, right? Praise be the Lord. Yes, okay. Before that, I will give a brief information about moral science. നിങ്ങൾ moral stories എന്ന് കേട്ടിട്ടുണ്ടോ? Did you heard about moral stories? Yes. And the moral stories, most of the stories should have a moral. Every story wants to convey something to us, right? അല്ലേ? എല്ലാ കഥകൾക്കും നമ്മളോട് ഒരു കാര്യം പറയാനുണ്ടാവും, അല്ലെ? ഒരു ഗുണപാഠം തരാനുണ്ടാകും. Did you heard the story of rabbit and tortoise? കേട്ടിട്ടുണ്ടോ? ആമേന്റെയും മുയലിന്റെയും കഥ കേട്ടിട്ടുണ്ടോ? ഓട്ടപ്പന്തയം വെച്ച കഥ കേട്ടിട്ടുണ്ട് അല്ലേ? And what is the moral of the story? And what is the moral of that story? ആർക്ക് പറയാൻ പറ്റും? ആമേന്റെയും മുയലിന്റെയും കഥ അറിയുന്ന കുട്ടികൾക്ക് അതിന്റെ മോറൽ പറയാൻ അറിയോ? What is the moral of that story? Do not brag about your ability, അല്ലേ? അല്ലേ? സ്വന്തം കഴിവിൽ അഹങ്കരിക്കാൻ വേണ്ടി പാടില്ല. അതല്ല അതിൽ നിന്ന് നമ്മൾ പഠിച്ചത്. യെസ്, പിന്നെ എന്ത് പഠിച്ചു? Do not brag about your ability, then nobody can stop you. ആർക്കും ആരെയും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. നീ കഴിവില്ലാത്തവനാണ്, നിനക്ക് ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് പറഞ്ഞു, എന്റെ അതുകൊണ്ട് എനിക്ക് ആവില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കാൻ വേണ്ടി പാടില്ല. പകരം എന്ത് ചെയ്യണം? യു ഹാവ് ടു വർക്ക്, അല്ലെ? യു ഹാവ് ടു ഡു ഹാർഡ് വർക്ക്. അതുകൊണ്ടല്ലേ ആമ ജയിച്ചത് ഓട്ടപ്പന്തയത്തില്. Nobody can stop the tortoise, അല്ലേ? He tried continuously. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആമ പരിശ്രമിച്ചത് കൊണ്ടല്ലേ ആമ ജയിച്ചത് ആ ഓട്ടപ്പന്തയത്തില്. യെസ്. അപ്പൊ എന്താ അതിന്റെ മോറൽ നമ്മൾ പറഞ്ഞത്? Nobody can stop you. Nobody can stop anyone. You have to do hard work. Then do not brag about your ability. That are the morals of that story. ഒരുപാട് moral stories ഉണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, morals പഠിച്ചിട്ടുണ്ട്. Respect your parents, അല്ലേ? അതൊരു moral അല്ലടോ. Be kind to your grandmothers and grandparents. നമ്മൾ ഗ്രാൻഡ് പാരന്റ്സിനോട് കൈൻഡ് ആയിട്ട് വേണം ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെസ്പെക്ട് യുവർ എൽഡേഴ്സ്, മുതിർന്നവരെ ബഹുമാനിക്കുക. പഠിച്ചിട്ടുണ്ടോ? ആൻഡ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദിസ് മോറൽ സയൻസ്? എന്താ ദൈവവും മോറൽ സയൻസും തമ്മിലുള്ള ബന്ധം? ക്യാൻ യു സേ? ഗോഡ് എന്താ ചെയ്യുന്നത്? തന്റെ വചനങ്ങളിലൂടെ, തന്റെ വാക്യങ്ങളിലൂടെ നമ്മെ നേർവഴിക്ക് നടത്താനാണ് ആര് ശ്രമിക്കുന്നത്? ഗോഡ് ശ്രമിക്കുന്നത്. മോറൽ സയൻസോ? മോറൽ സയൻസ് ഈസ് ഓൾസോ ഡൂയിങ് ദ സെയിം തിങ്. മോറൽ സയൻസും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? മോറൽസ് നമ്മൾക്ക് പറഞ്ഞു, നമ്മളോട് കൺവേ ചെയ്ത് നമ്മളെ നല്ല കുട്ടികളായി വളർത്താൻ വേണ്ടിയിട്ടാണ് ആര് ശ്രമിക്കുന്നത്? മോറൽ സയൻസും ശ്രമിക്കുന്നത്. Okay, Edwin, it is the book titled as
My Big Book of Values, എഡ്വിൻ തോമസ്. ഓക്കെ, അതാണ് ഗോഡും മോറൽ സയൻസും തമ്മിലുള്ള റിലേഷൻ. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ എന്റെ മക്കൾക്ക്? ദൈവം നമ്മൾ നല്ല വഴിക്ക് നല്ല കുട്ടികളായി വളർത്താനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് പേടിച്ചിട്ട് എല്ലാം ചെയ്യും അല്ലെ? അല്ലാഹു കാണുന്നുണ്ടല്ലേ, ജീസസ് കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട് വിചാരിച്ചിട്ട് നമ്മള് നല്ല മക്കളായിട്ട് നടക്കുക അല്ലേ? നിങ്ങൾ എല്ലാവരും ദൈവത്തിന് നല്ല മക്കളല്ലേ? ആർ യു ഗുഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്? ഓക്കെ, നമ്മൾക്ക് എല്ലാം തന്നത് ദൈവമാണെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് അല്ലെ? സണ്ണായാലും മൂണായാലും ഇല്ലേ, നേച്ചർ ആയാലും സ്കൂൾ ആയാലും എല്ലാം ദൈവം തന്നതാണ് അല്ലേ? നമ്മളെല്ലാം അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്? Okay, and which is your first lesson? Take your first lesson. Praise be the Lord. What do you mean by praise? Praise means സ്തുതിക്കുക. ദൈവത്തെ നമ്മൾ സ്തുതിക്കുക ചെയ്യുക അല്ലേ? സ്തുതിക്കുക, വാഴ്ത്തുക എന്നാണ് മീനിങ്. പ്രൈസ് മീൻസ് സ്തുതിക്കുക, തൊഴുക. പാടി വാഴ്ത്താറില്ലേ നമ്മള്? ദൈവത്തിനെ സ്തുതിക്കാറില്ലേ? That is praise. Praise be the Lord. Lord here means God. Lord here means God. Praise be the Lord. And we can read it. Can you see page number 3? Page number 3. Take the textbook of MS, then take the page number 3. Praise be the Lord. Okay, are you ready? I'm going to read it once. There is one God. How many gods are there? How many gods are there, Siddhant Krishna? Only one. No. Krishnan, Ayyappan, Shivan, Allahu, Jesus Christ. ഇപ്പൊ എത്ര ദൈവമായി? What do you think about that? അപ്പൊ എത്ര ദൈവമായി? കൃഷ്ണനെന്നും അയ്യപ്പനെന്നും ശിവനെന്നും അല്ലാഹു എന്നും ജീസസ് ക്രൈസ്റ്റ് എന്നും ഒക്കെ പേരിട്ട് വിളിക്കുന്നത്, പേരിട്ട് വിളിക്കുന്നത് എല്ലാം ഒരു ദൈവത്തിനെയാണ്. ഒറ്റ ദൈവമേ നമുക്കുള്ളൂ അല്ലെ? There is only one God. Okay, ഇസ്ലാം മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ റിലീജിയനിലായാലും ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കുന്നതും സ്തുതിക്കുന്നതും ഒരൊറ്റ ദൈവത്തിനെയാണ്. God is only one. There is only one God. And all people are praising that one God in different names. Okay. Here the first sentence is that there is one God. Some people call him Ishwar. Okay. The first sentence is that we can see only one God. Only one God is there, and some people calls him Ishwar. ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ ആ ദൈവത്തിനെ എന്താ വിളിക്കുന്നത്? ഈശ്വർ എന്ന് വിളിക്കുന്നു, ഈശ്വര എന്ന് വിളിക്കുന്നു. Some call him Allah. ചില ആൾക്കാർ എന്താ വിളിക്കുന്നത്? Some call him Allah. Some call him God. കുറെ ആൾക്കാർ അതിനെ God, ദൈവം എന്ന് വിളിക്കുന്നു. And or the Father of a universe. ഇല്ലേ? കുറെ ആൾക്കാർ എന്ത് വിളിക്കുന്നുണ്ട്? ഫാദർ ഹിയർ നമ്മുടെ അച്ഛൻ എന്നുള്ള മീനിങ്ങിലല്ല, നമ്മളെ ഹോൾ യൂണിവേഴ്സിന്റെ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഫാദർ എന്ന രീതിയിൽ കുറെ ആൾക്കാർ വിളിക്കുന്നു. God is everywhere. As we know all that, God is everywhere. As we believe that God is everywhere. God എല്ലായിടത്തും ഉണ്ട് അല്ലെ? എല്ലാ സ്ഥലങ്ങളിലും God ഉണ്ട്. He knows everything. അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല അല്ലെ? നമ്മുടെ ഓരോ നീക്കവും, നമ്മൾ കുരുത്തക്ക കളിക്കുമ്പോൾ അമ്മ എന്താ പറയാ? ദൈവം കാണും കേട്ടാ എന്ന് പറയാറുണ്ട് അല്ലെ? ഇല്ലേ? അല്ലാഹു കാണുന്നുണ്ടെന്ന് പറയാറില്ലേ? അങ്ങനെ ചെയ്യരുത്, ദൈവം കാണുന്നുണ്ട് എന്ന് പറയൂ അല്ലേ? യെസ്. He knows everything. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് എല്ലാം അറിയാനും കേൾക്കാനും ചെയ്യാനുമുള്ള പവർ ഉണ്ട്. യെസ്. The first paragraph is that there is one God.
There is one God. Some people call him Ishwar. ചില ആൾക്കാർ അദ്ദേഹത്തിനെ ഈശ്വർ എന്ന് വിളിക്കുന്നു. Some call him Allah. Some call him God, or some call him Father. God is everywhere. He knows everything. Knows means ariyuga. No. K-N-O-W. No means ariyuga. We are the children of one God. Okay, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എല്ലാവരും എന്താ ദൈവത്തിന്റെ മക്കളാണ് അല്ലേ? ഇവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? We are the children of one God. ഒരു God. ഒരു ദൈവത്തിന്റെ മക്കളാണ് നാം എല്ലാവരും അല്ലേ? അല്ലാഹുവിന്റെന്നില്ല, കൃഷ്ണന്റെന്നില്ല, ശിവന്റേതില്ല അല്ലേ? ഓരോ പേരെടുത്ത് പറയുന്നില്ല, നമ്മൾ എല്ലാവരും ഒരൊറ്റ ദൈവത്തിന്റെ മക്കളാണ്. We are the children of one God. He has created his beautiful world. അദ്ദേഹമാണ് നമ്മുടെ ഈ മനോഹരമായ ലോകം, മനോഹരമായ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ജൂലിയറ്റെ? He has created this beautiful world. Who created our beautiful world? Who created our beautiful world? Can you say? ഇപ്പൊ മിസ് പറഞ്ഞത് ആരാ ക്രിയേറ്റ് ചെയ്തത്? God. Yes. He has made the bright sun and moon. ആരാ സണ്ണിനെ മൂണിനെ ഒക്കെ ഉണ്ടായത്? Who created sun and moon? God has created the sun and moon. Okay. God has created the sun and moon. He has made the pretty flowers and trees. And who made this, or who created this pretty flowers and trees? ആരോടെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിയതാണോ ഈ ഭൂമിയും ഈ വൃക്ഷങ്ങളും ഈ ചന്ദ്രനെയും? അല്ല അല്ലേ? God has created this beautiful world. God has created all these beautiful flowers and pretty trees. Rilu, do not eat your nails. He has made the wonderful birds and the animals. And here it says that our God has created all these wonderful birds and the animals. He has made the beautiful birds and the animals. എന്താ ബേർഡ്സിനെ, പക്ഷികളെയും ആനിമൽസിനെയും ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ക്രിയേറ്റ് ചെയ്യുക മീൻസ് ഉണ്ടാക്കുക. ക്രിയേറ്റ് ചെയ്തത് ആരാണ്? നമ്മുടെ ദൈവം തന്നെയാണ്. He has made us. നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? ആരാണോ? We all have different face, right? ഹസ്നന്റെ മുഖമാണോ സിദ്ധാന്തിന്? അല്ല. സിദ്ധാന്തിന്റെ മുഖമാണോ ഇവിടെ ജോയലിന്? അല്ല. ജോയലിന്റെ മുഖമാണോ ഇവിടെ റിലുവിന്? അല്ല അല്ലേ? We all are different. അല്ലേടോ? നമ്മൾ എല്ലാവരും മുഖം കൊണ്ടുവരെ വ്യത്യസ്തരാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ദൈവത്തിന്റെ പവർ അല്ലേ? നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ മുഖം തരാൻ വേണ്ടിയിട്ടും പ്രാപ്തനാണ് ആര്? നമ്മുടെ ദൈവം. He has made us. He is the Lord of the universe. The last sentence says that he is the Lord of universe. Nammal universe means what? What do you mean by universe? Universe means prapanjam. Prapanjam. Universe means prapanjam. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ദൈവമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. He is the Lord of universe. The last sentence is he is the Lord of, the God is the Lord of universe. Okay, understood? That's about her. Praise be the Lord. That's not the first chapter. That was an introduction. ഒരു introduction ആണല്ലേ മക്കളെ? അതൊരു introduction പോലെ കൊടുത്തുന്നേ ഉള്ളൂ. Okay, ready? Can you read it? Who will read it? Selna Elizabeth. Yes. Okay, unmute ചെയ്യാനുള്ള ഓപ്ഷൻ മിസ് ചെയ്തു. Okay, Selna, unmute yourself.